ആപ്പിൾ ഇപ്പോൾ വിൽക്കുന്ന ഫോൺസിൽ ഏറ്റവും ബെസ്റ്റായ ഐഫോൺ അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് ഫോൺ മാർക്കറ്റ് നോക്കാൻ നേരത്ത് അതിനകത്ത് ഏറ്റവും ബെസ്റ്റായ ഒരു ഫോൺ എന്ന് പറയുന്നതാണ് ഐഫോൺ 11 Pro Max. പക്ഷേ ഇപ്പം ഓഗസ്റ്റ് 2020 ആയ സമയത്ത് ഈ ഐഫോൺ 11 Pro Max ഞാൻ ഒരിക്കലും എടുക്കാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. പക്ഷേ അത് നോക്കുന്നതിന് മുമ്പായിട്ട് ഈ ഫോണിൽ ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഫോൺ ഒരു ബെസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പാക്കേജ് കണക്കാണ്. അതായത് ഒരു യൂസർ എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ നമുക്ക് വേണ്ട മിക്ക കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടും പിന്നെ ബാക്കിയുള്ള ചില കാര്യങ്ങളൊക്കെ നല്ലതായിട്ടും ചെയ്തിരിക്കുന്ന ഒരു ഫോണാണ് 11 Pro Max. അതും 11 Pro Max ഒരു പുതിയ ഫോണല്ല, ഇത് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മാസത്തോളമായി. എന്നിട്ട് പോലും ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോൺസിന് ഒപ്പം അല്ലെങ്കിൽ അതിനെക്കാട്ടിയും പെർഫെക്റ്റ് ആയിട്ടാണ് മിക്ക കാര്യങ്ങളിലും ഈ ഫോണിനകത്ത് കിട്ടുന്നത്. അതിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു വലിയ ഡിസ്പ്ലേ ആണ്. ഇതൊരു 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഇതൊരു OLED ഡിസ്പ്ലേയും കൂടിയാണ്. നല്ല ക്വാളിറ്റിയുള്ള പാനലാണ്, പെർഫെക്റ്റ് ആയിട്ടാണ് കളർ റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ നല്ല വ്യൂയിങ് ആംഗിൾസും നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആവുന്ന ഒരു ഡിസ്പ്ലേയും കൂടിയാണ്. ഇതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2688 by 1242 ആണ്. അപ്പോൾ അതും ഇതിന്റെ സൈസും കൂടെ വെച്ച് നോക്കാൻ നേരത്തെ നമുക്ക് കിട്ടുന്ന പിക്സൽ ഡെൻസിറ്റി 458 ppi ആണ്. അപ്പം നല്ല ഷാർപ്നെസ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത് മാത്രമല്ല ഇതിനകത്ത് നമുക്ക് ബെസൽസ് ഒക്കെ ഒട്ടുമില്ല. നമുക്കൊരു നോച്ച് ഉണ്ട്, അതിപ്പോൾ ആപ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫോമാറ്റ് ആണ്. അപ്പോൾ ആ നോച്ച് ഒഴികെ നമ്മൾ സൈഡ് ബെസലൊക്കെ നോക്കുവാണെങ്കിൽ വളരെ ചെറിയ ബെസൽസ് ആണ്, അല്ലെങ്കിൽ ബെസൽസ് ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ഈ ഡിസ്പ്ലേ കിട്ടുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ട്രൂ ടോൺ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ നമുക്ക് 3D ടച്ച് ഇല്ല, അതിന് പകരം ഹാപ്റ്റിക് ടച്ച് ആണുള്ളത്. അപ്പോൾ അത് തിരക്കേടില്ല. പിന്നെ അടുത്തൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നോച്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ നോച്ചിനകത്താണ് ഫേസ് ഐ ഡി വരുന്നത്. അത് സെക്കൻഡ് ജനറേഷൻ ഫേസ് ഐ ഡി ആണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അൺലോക്ക് ആവും. പക്ഷേ നമ്മുടെ അൺലോക്കിംഗ് ആംഗിൾ കുറച്ച് കുറവാണ്, എന്നാലും വലിയ തിരക്കേടില്ല. അതും എനിക്ക് ഫേസ് ഐ ഡി ഒരു കൺവീനിയൻറ്റ് ഫീച്ചറായിട്ട് തോന്നിയൊരു കാര്യം കൂടിയാണ്. അതും ഈ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഈ ഫേസ് ഐ ഡി. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു യൂസർ എക്സ്പീരിയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ 10 മാസം കഴിഞ്ഞിട്ട് പോലും ഒരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ ഡിസ്പ്ലേ പറ്റി എനിക്ക് ഇപ്പോഴും കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. നല്ല പെർഫെക്റ്റ് ആയ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് കാണുന്ന സമയത്ത്, അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴോ ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതുപോലെ ഡിസ്പ്ലേയുടെ വലുപ്പവും ക്വാളിറ്റിയും കൊണ്ട് മാത്രമല്ല, ഇവിടെ വരുന്ന സ്പീക്കേഴ്സും പെർഫെക്റ്റ് ആയതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ് കിട്ടുന്നത്. അതായത് താഴെ കാണുന്ന സ്പീക്കറാണ്, പിന്നെ നമ്മുടെ ഇയർ പീസും സ്പീക്കറാണ്. അതിൽ നിന്ന് വരുന്ന സൗണ്ട് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ്, നല്ല ലൗഡ്നെസ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം എത്ര ബഹളമുള്ള ഒരു സ്ഥലത്തിരുന്ന് എന്തെങ്കിലും കാണുവാണെങ്കിൽ പോലും നമുക്ക് കണ്ടന്റ് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മളൊരു മീഡിയ കൺസംഷൻ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമ്മളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കാൻ നേരത്ത് ഇപ്പോഴും ഐഫോൺ 11 Pro Max നല്ല മികച്ച നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുമ്പം ഗെയിമിംഗ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ പെർഫോമൻസിനകത്ത് ഇഷ്യൂസ് ഒന്നും വന്നുകൂടാ. ഇപ്പോൾ ഇതൊരു ഐഫോൺ ആകുമ്പോഴും അതും ഇപ്പോഴുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൊസറുള്ള ഐഫോൺ ആകുമ്പം പെർഫോമൻസ് ഇഷ്യൂസ് കാണത്തില്ലെന്ന് കൂയിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന A13 ബയോണിക് ചിപ്പ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള സ്മാർട്ട് ഫോൺ ചിപ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ഏറ്റവും പവർഫുൾ ആയ ചിപ്പ് തന്നെയാണ്. അതിൻ്റെ കൂടെ നമുക്കിവിടെ 4GB റാം വരുന്നുണ്ട്. അപ്പോൾ iOS എന്ന് പറയുന്നത് ഒരുപാട് റാം വേണ്ട ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 4GB റാം നമുക്ക് ധാരാളമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 10 തൊട്ട് ഒരു 12 ആപ്പ് വരെയൊക്കെ മെമ്മറിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ആയി കിടക്കുകയും ചെയ്യും. പിന്നെ ഈ പെർഫോമൻസിനകത്ത് ഒരു ഇഷ്യൂസും ഇല്ലാത്തതുകൊണ്ടും വളരെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഡെയിലി ടാസ്ക്കായ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ബ്രൗസ് ചെയ്യുക, അതിനകത്തൊന്നും ഒരു ഇഷ്യൂസും ഇല്ല, ഒരു ലാഗും കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഗെയിമിങ്ങിനകത്ത്. ഗ്രാഫിക്സ് ഒക്കെ പെർഫെക്റ്റ് ആണ്. ഒരു തരത്തിലും ഫ്രെയിം ഡ്രോപ്സോ അല്ലെങ്കിൽ ഗെയിം സ്റ്റക്കോ അല്ലെങ്കിൽ ഗെയിം ലോഡിംഗ് ഇഷ്യൂസ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടത്തില്ല. അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴായിട്ട് പോലും ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി, ഇതിൻ്റെ ഓഡിയോ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസിനകത്തും ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഇപ്പോഴും മികച്ച് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത മികച്ചിരിക്കുന്ന ഒരു സ്ഥലം, അതും ഇതിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടിയാണ്, അത് ക്യാമറയാണ്. ഇവിടെ ബാക്കിൽ നമുക്ക് 3 ക്യാമറ വരുന്നുണ്ട്. അതിനകത്ത് മെയിൻ ക്യാമറ ഒരു 12 MP വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f1.8 ആണ്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പിന്നെ അടുത്ത കിട്ടുന്നത് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതും 12 MP ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ എന്ന് പറയുന്നത് f2.4 ആണ്. പിന്നെ അവസാനം വരുന്നത് ഒരു ടെലിഫോട്ടോ ക്യാമറ, അതും ഒരു 12 MP ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f2.0 ആണ്. ഇതിനകത്തും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഈ 3 ക്യാമറാസ് വെച്ച് എടുക്കുന്ന ഫോട്ടോസിനകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഫോട്ടോസ് കിട്ടുന്നത് നമ്മുടെ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്നതാണ്. ഈ മെയിൻ ക്യാമറ വെച്ച് എടുക്കുമ്പം ഏത് ലൈറ്റിംഗ് ആണെങ്കിൽ പോലും പിക്ചേഴ്സ് ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് വരുന്നത്. അതിൽ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും നല്ല ലൈറ്റിംഗിൽ എടുക്കുന്ന ഷോട്ട്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നല്ല ഷാർപ്നെസ് ഉണ്ട്, ഡീറ്റെയിൽ ഉണ്ട്, അതുപോലെ തന്നെ ഡൈനാമിക് റേഞ്ച് ഒക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ നമ്മൾ ലൈറ്റിംഗ് കുറഞ്ഞ സിറ്റുവേഷനിൽ എടുക്കാൻ നേരത്ത് ഈ ഐഫോണിനകത്ത് നൈറ്റ് മോഡ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ സമയത്തും നല്ല ക്വാളിറ്റി ഫോട്ടോസാണ് കിട്ടുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സീനകത്തുള്ള നമ്മുടെ സബ്ജക്റ്റിനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ ഫോക്കസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇരുട്ടത്തെടുത്താലും ഈ നൈറ്റ് മോഡ് വെച്ച് എടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ക്വാളിറ്റി പിക്ചേഴ്സാണ് കിട്ടുന്നത്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള പ്രീമിയം ഫോൺസിനകത്ത് വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. അത് നമുക്ക് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ബെനിഫിറ്റോ ഒന്നും കിട്ടുന്നില്ല. കാരണം നമുക്ക് എങ്ങനെയാണ് അതിൽ കിട്ടുന്നത് അതേ കണക്ക് തന്നെയാണ്. കാരണം ഇമേജസ് ഒക്കെ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് കുറഞ്ഞാണ് ഷോട്ട്സ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറയുകയും ചെയ്യും. ഇവിടെയുള്ള ടെലിഫോട്ടോ ക്യാമറയുടെ കാര്യം പറയാൻ നേരത്തെ നമുക്ക് 2x സൂമാണ് കിട്ടുന്നത്. അതും തിരക്കില്ലാത്ത ഷോട്ട്സ് ആണ് ഈ ടെലിഫോട്ടോ ക്യാമറ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോയുടെ കാര്യങ്ങൾ നോക്കിയപ്പം അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിയൊക്കെ ബെസ്റ്റായിട്ട് നിൽക്കുന്ന കാര്യം അല്ലെങ്കിൽ ഏറ്റവും ഇംപ്രസീവ് ആയുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ആണ്.
എനിക്കൊരു സംശയമില്ല തന്നെ പറയാൻ പറ്റും, സ്മാർട്ട് ഫോൺ ക്യാമറാസിനകത്ത് ഏറ്റവും ബെസ്റ്റ് വീഡിയോ റെക്കോർഡിംഗ് ഉള്ള ക്യാമറയാണ് ഈ ഐഫോൺ 11 Pro Maxനകത്ത് കിട്ടുന്നത്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വീഡിയോ റെക്കോർഡിംഗ് ആണ്. നമുക്ക് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന റെസൊല്യൂഷൻ 4K 60 FPS ആണ്. അതും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ വളരെ സ്റ്റേബിൾ ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ഷാർപ്പും ക്രിസ്പും ആയ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഐഫോൺ 11 Pro Max. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ ഇവിടെ വരുന്ന ഫ്രണ്ട് ക്യാമറ ഒരു 12 MP ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പർച്ചർ f2.2 ആണ്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ല. പിന്നെ നമുക്ക് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോയുടെ ക്വാളിറ്റി 4K 60 FPS ആണ്. അപ്പോൾ ഇതിനകത്തും വീഡിയോ റെക്കോർഡിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുന്ന വീഡിയോസ് ബാക്കിയുള്ള ഏത് ക്യാമറ എടുത്താലും, അതായത് ബാക്കിയുള്ള ഏത് സ്മാർട്ട് ഫോൺ ക്യാമറ വെച്ച് എടുത്താലും ഇത്രയും ക്വാളിറ്റി കിട്ടത്തില്ല. പക്ഷേ ഇവിടുത്തെ ഫോട്ടോസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഭയങ്കര നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നല്ലതാണ്. അതിപ്പോൾ ഉള്ള പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനൊപ്പം നിൽക്കുന്ന തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയുടെ കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കുവാണെങ്കിൽ പോലും ഇപ്പോൾ അവൈലബിൾ ആയ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു റേറ്റിംഗ് ഇടുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ സെക്കൻഡ് സ്പോട്ട് എടുക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഐഫോൺ 11 Pro Max ക്യാമറ വെച്ച് നോക്കാൻ നേരത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലും പെർഫെക്റ്റ് ആയ പോലെ തന്നെയാണ് ഇനി അടുത്ത കാര്യം, അതെന്ന് വെച്ചാൽ ബാറ്ററി ലൈഫ്. ബാറ്ററി ലൈഫിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങൾ വരത്തില്ല. ഇവിടെ നല്ല വലിയ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന ബാറ്ററി ബാക്കപ്പ് ഏറ്റവും ബെസ്റ്റ് ആണ്. അത് ഞാനിവിടെ റിവ്യൂവിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് 100% അല്ല, എന്നിട്ട് പോലും എനിക്കിവിടെ കിട്ടുന്ന സ്ക്രീൻ ഓൺ ടൈം 8 മണിക്കൂറിന് മുകളിലായിരുന്നു. അതും എൻ്റെ യൂസിന്, അതായത് ഒരു ഹെവി യൂസിന് എനിക്ക് ഒരു ദിവസം ഒരു തരക്കിലുള്ള തന്നെ ഫോണുണ്ടായിരുന്നു. അതും ഒരു ദിവസം തീരാൻ നേരത്തെ ഒരു 20 to 30% ബാറ്ററി ബാക്കിയും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ആവറേജ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും 2 ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഫോണിനകത്ത് വയർലെസ് ചാർജിങ് സപ്പോർട്ടുണ്ട്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. പിന്നെ ആപ്പിൾ ആദ്യമായിട്ട് തന്നെ ഫാസ്റ്റ് ചാർജർ കൊടുത്തൊരു ഫോണാണ് ഈ 11 Pro സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ബാറ്ററി സൈഡും ആപ്പിൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി അടുത്ത കാര്യം എന്തുള്ളത്, ഡിസൈൻ മാത്രമാണ്. ഇപ്പോൾ ഡിസൈനിനകത്ത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഈ ഫോൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വളരെ പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ഫോണാണ്. അതായത് ഇതിൻ്റെ സൈഡ് റെയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, പിന്നെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഗ്ലാസ് ആണ്. അത് ഈ ബാക്ക് ഗ്ലാസിൻ്റെ ടെക്സ്ചർ ഒരു മാറ്റ് ടെക്സ്ചർ ആണ്. എന്നിട്ട് നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചതിന് ശേഷം പോലും ഇതിൻ്റെ ബാക്ക് ഗ്ലാസ്സിൽ അധികം സ്ക്രാച്ചസ് ഒന്നുമില്ല. പക്ഷേ ഫ്രണ്ട് ഗ്ലാസിൻ്റെ കാര്യം പറയാൻ നേരത്ത് അവിടുത്തെ കാര്യം എനിക്ക് എടുത്ത് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ക്രീൻ ഗാർഡ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡ്യൂറബിലിറ്റി പറ്റി പറയാൻ പറ്റത്തില്ല. പക്ഷേ സൈഡ് റെയിൽ നോക്കാൻ നേരത്ത് അതിനകത്തും അധികം സ്ക്രാച്ചസ് ഒന്നും വീണിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റലും ഈ ഗ്ലാസും കൂടെ യോജിക്കുന്ന സ്ഥലം നോക്കുവാണെങ്കിൽ പോലും അവിടെയും പെർഫെക്റ്റ് ആയിട്ടാണ് യോജിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും ഗ്യാപ്പില്ല, അതുപോലെ തന്നെ ഫോൺ വളയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ക്യാമറ മോഡ്യൂൾ നോക്കുവാണെങ്കിൽ അത് പുറത്തേക്ക് നിൽക്കുവാണ്. അത് മാത്രമല്ല ഈ ക്യാമറ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയർ ഷേപ്പിനകത്താണ് ഇരിക്കുന്നത്. അതും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഈ ബാക്ക് ഗ്ലാസും ഈ ക്യാമറ പോർഷനും സെപ്പറേറ്റ് ആണ്, പക്ഷേ അങ്ങനെയല്ല. ഇതൊരു ഒറ്റ പീസ് ഗ്ലാസ് ആണ്. പക്ഷേ ഇവിടെ ഈ ക്യാമറ സെക്ഷന് ഒരു ഗ്ലോസി ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതും ഈ ക്യാമറ സെക്ഷൻ്റെ ഈ സ്ക്വയർ പുറത്തേക്ക് നിൽക്കുന്ന പോലെ തന്നെ ക്യാമറ മോഡ്യൂളും പുറത്തേക്ക് തന്നെ നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ ഒരു ടേബിളിൽ വെക്കുവാണെങ്കിൽ അത് കോൺടാക്റ്റ് ഒക്കെ വരും, പക്ഷേ എന്നിട്ടും ഈ ക്യാമറ ലെൻസിനകത്ത് സ്ക്രാച്ച് വീണിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺസിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഇതിൻ്റെ ഹോം ബട്ടണും പവർ ബട്ടണും അതിനും കംപ്ലയിൻസ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ അൺമ്യൂട്ട് സ്ലൈഡറും പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഹെഡ്ഫോൺ ജാക്കില്ലാത്തൊരു ഫോൺ ആയതുകൊണ്ട് ഇതിനകത്ത് ആ കൂടെ വരുന്ന പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് പോർട്ടാണ്. അത് നിങ്ങൾക്ക് വയറായിട്ടുള്ള ഹെഡ്ഫോൺ കണക്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ചാർജിങ് കേബിൾ കണക്ട് ചെയ്യണമെങ്കിലോ ഈ ഒരു പോർട്ടിൽ വേണം കണക്ട് ചെയ്യാൻ. അപ്പോൾ എന്നിട്ട് പോലും ഇത്ര നാളായിട്ടും ഈ പോർട്ടിനകത്ത് കംപ്ലീറ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇതിനകത്ത് അടുത്തൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ ഫോൺ IP68 റേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ വരുന്ന സിമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിനകത്ത് നമുക്ക് ഡ്യുവൽ സിം ഇടാൻ പറ്റും. അതിനകത്ത് ഒരു സിം ഈ സിം ആയിരിക്കണം, രണ്ടാം സിം നാനോ സിം ആയിരിക്കണം. പിന്നെ ഡിസൈൻ നോക്കിയപ്പോൾ നല്ല പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ഉണ്ടെങ്കിലും എനിക്കതിനകത്തൊരു നെഗറ്റീവ് പറയാനുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ഒരുപാട് തെന്നിപ്പോണൊരു ഫോണാണ്. അതിൻ്റെ കാരണം ഈ ബാക്കിലത്തെ മാറ്റ് ടെക്സ്ചറും അതുപോലെ തന്നെ അതും ഈ സൈഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വളരെ സ്മൂത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എളുപ്പം തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ഫോം ഫാക്ടർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, വളരെ വലിയൊരു ഫോണാണ്. അത് മാത്രമല്ല നല്ല വെയിറ്റ് ഉള്ളൊരു ഫോൺ കൂടിയാണ്. അതും എനിക്ക് ഇത്രയും വലിപ്പം കൂടിയൊരു ഫോൺ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ 11 Pro Max ആയിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്ന 11 Proൻ്റെ ഒരു സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ 11ൻ്റെ സൈസ് ആയിരിക്കും. ഇപ്പോൾ iPhone 11 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പെർഫെക്റ്റ് സൈസുള്ള ഐഫോണാണ്. ഇപ്പോൾ 11 Pro Max എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിപ്പം കൂടിയാണ്. അപ്പോൾ അത് ചിലവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ വലിയ ഫോൺ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിന്നെ അവസാനമുള്ള കുറച്ച് കാര്യങ്ങളിനകത്ത് ഒന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ അത് 5 ആണ്. പിന്നെ ഇവിടുത്തെ വൈഫൈ വേർഷൻ അത് വൈഫൈ 6 ആണ്. അപ്പോൾ ഇത്രയും നോക്കി കഴിയുമ്പം ഈ ഫോൺ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനൊപ്പമല്ല അതിന് മികച്ച് നിൽക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലോ. പക്ഷേ എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ ആദ്യത്തേത് ഇപ്പോഴത്തെ ടൈമിംഗ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മാസമായിട്ടുണ്ട്. ആപ്പിളിൻ്റെ ഒരു ഫോൺ റിലീസ് സൈക്കിൾ നോക്കാൻ നേരത്ത് ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ ഫോൺസ് എപ്പോഴും വരുന്നത്, അതായത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് വരുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമായിരിക്കും. അപ്പോൾ ഈ വട്ടം ചിലപ്പോൾ അത് കുറച്ചുകൂടി ഡിലേ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ പോലും അടുത്ത iPhone 12 അല്ലെങ്കിൽ 12 Pro അങ്ങനത്തെ അവരുടെ ഏറ്റവും പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോൺ വരാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിങ്ങിൽ ഈ ഒരു ഫോൺ, അതായത് 11 Pro Max എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ഒരു പഴയ ഫോണായി മാറും, അല്ലെങ്കിൽ ഒരു ഔട്ട്ഡേറ്റഡ് ഫോണായി മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പോയി ഈ ഫോൺ എടുക്കുകയാണെങ്കിൽ ഒരു 2-3 മാസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കും ഇതിൻ്റെ പുതിയ വേർഷൻ വന്നിട്ടുണ്ട്, അതിന് ഇതിനെക്കാട്ടിയും ബെറ്റർ ആയ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അന്നേരം നമുക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിംഗ് ആണ്.
ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഫോൺസിൽ ഒന്നാണ്. കാരണം ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് അതിൻ്റെ സ്റ്റോറേജ് 64 GB ആണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ 64 GB സ്റ്റോറേജ് വേരിയൻറ്റ് എന്തായാലും എടുക്കരുത്. കാരണം നമ്മൾ ഏറ്റവും എക്സ്പെൻസീവും പ്രീമിയം ക്വാളിറ്റിയും ഏറ്റവും ബെസ്റ്റ് ആയ ഒരു ഫോൺ എടുക്കാൻ നേരത്ത് നമ്മളത് എന്തായാലും ഒരു 3-4 വർഷത്തേക്ക് ഉപയോഗിക്കുക എന്നുള്ളൊരു പ്ലാനിലായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 64 GB വളരെ കുറവാണ്. അതുകൊണ്ട് ആ വേർഷൻ എടുക്കല്, അതിൻ്റെ അടുത്ത വേർഷൻ എടുക്കാവൂ. അതും ഈ 64 GB പ്രൈസിങ് നോക്കുവാണെങ്കിൽ അത് 1,17,100 ഇന്ത്യൻ റുപ്പീസാണ്. ഇതിൻ്റെ അടുത്ത വേർഷൻ എന്ന് പറഞ്ഞാൽ 256 GB സ്റ്റോറേജ് ആണ്. അതിൻ്റെ പ്രൈസിങ് 1,31,900 ഇന്ത്യൻ റുപ്പീസാണ്. പിന്നെ അടുത്തൊരു വേരിയൻ്റ് ഉണ്ട്, അതിൻ്റെ സ്റ്റോറേജ് 512 GB ആണ്. അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഞാൻ അത്രയും സ്റ്റോറേജ് റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ എന്നാലും ഈ മിഡിൽ വേരിയൻറ്റ്, അതായത് 256 GB സ്റ്റോറേജ്, അതെന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രൈസിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇത്രയും പ്രൈസിങ് കൂടി നിൽക്കുകയാണ് ഇപ്പോൾ. അതും ഈ പുതിയ iPhone 12 വരാൻ നേരത്ത് ഇതിൻ്റെ പ്രൈസിങ് എന്തായാലും കുറയും. അപ്പോൾ ആ സമയത്തും നമുക്കൊരു വിഷമം തോന്നാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോൾ എടുത്തിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ ഇതിൻ്റെ പ്രൈസിങ് താന്നു പോകാൻ നേരത്ത് അന്നേരവും നമുക്കൊരു വിഷമം വരാം. അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫോൺ എന്തായാലും ഇപ്പോൾ എടുക്കരുതെന്ന്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു 2-3 മാസം കഴിയുമ്പോൾ iPhone 12 വരും. അപ്പോൾ ഈ iPhone 12 ലോഞ്ച് ആയി കഴിയുമ്പം അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസിങ് കുറയും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നല്ലതായിട്ട് നിൽക്കുകയും ചെയ്യും. അതിവിടെ നമുക്ക് നെഗറ്റീവായിട്ട് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. വേണമെങ്കിൽ ഇതിൻ്റെ ഫോം ഫാക്ടറും അതുപോലെ തന്നെ ഈ ഫോൺ കുറച്ച് കയ്യിൽ നിന്ന് തെന്നിപ്പോണത് പ്രശ്നങ്ങളും, അതുപോലെ വേണമെങ്കിൽ 5G ഇല്ലെന്നൊരു കാര്യവും പറയാം. പക്ഷേ ഈ 5G ഇല്ലാത്ത എനിക്ക് വലിയൊരു പോരായ്മയായിട്ട് തോന്നുന്നില്ല. കാരണം 5G ടെക്നോളജി ഒരു മെയിൻ സ്ട്രീമായി മാറാൻ എന്തായാലും 2-3 വർഷം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയൊരു കാര്യമല്ല. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.